ഹായ് ഫ്രണ്ട്സ്, ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാത്റൂം ഡോറ് ഫിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പലരും മെസ്സേജായിട്ട് ചോദിച്ചിരുന്നു UPVCയുടെ നല്ല ഡോർ ഏതാ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ UPVCയുടെ കിടിലം ഒരു ബാത്റൂമിൻ്റെ ഡോറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് ആദ്യം തന്നെ ടൈലിടുന്ന സമയത്ത് എത്ര വേണം എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് UPVCയുടെ കിടിലൻ ഡോറാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല വീടിൻ്റെ. അപ്പോൾ നമ്മളതിൻ്റെ സൈഡിലുള്ള സ്റ്റിക്കറും കാര്യങ്ങളും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് UPVC, അത്യാവശ്യം തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഡോറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിമാണിത്. അതേപോലെ ഈ ഡോറിൻ്റെ എഡ്ജ് ഭാഗത്തൊരു ലിപ്പ് പോലെ സംഭവം വരുന്നുണ്ട്. അതിൻ്റെ ചുറ്റോറായിട്ട് തന്നെ ഒരു റബ്ബർ ബുഷും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഡോർ തിക്നെസ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കളറ് പല ഐറ്റം വരുന്നുണ്ട്. ഗോൾഡ് വരുന്നുണ്ട്, ഇനി ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉണ്ട്, അത് ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് UPVC ഡോർ കേട്ടോ. ഇതിൻ്റെ താഴെ വേറെ ഐറ്റം ഉണ്ട്, FRP എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഡോർ വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ തോന്നും. അപ്പോൾ ഇതിൽ റേറ്റിൽ എങ്ങനെയാണ് മാറ്റം ചോദിച്ചാൽ FRP ആണ് ഒന്നുകൂടി റേറ്റ് നമുക്ക് കുറഞ്ഞു വരുന്നത്. UPVCന് കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ നോർമൽ PVC ഡോറുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ സംഭവങ്ങൾ വെക്കുമ്പോൾ ടാസ്ക് ആവട്ടോ നമുക്ക് വെക്കാൻ. അത് UPVC ആണെങ്കിലും FRP ആണെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡോറിൻ്റെ അളവെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പും ബോട്ടവും സെപ്പറേറ്റ് കിട്ടില്ല, ഒറ്റ അളവിലുള്ള സംഭവം വരും കേട്ടോ. അപ്പോൾ ഒന്നല്ലെങ്കിൽ തേപ്പ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെറിയ വേരിയേഷൻസ് വരും, ആ ബാക്കിയുള്ള ഭാഗങ്ങൾ അടക്കേണ്ടി വരും കേട്ടോ. അതേപോലെ ഇതിൻ്റെ വീതി, അതായത് ഈ ടൈല് കട്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 3.5 അല്ലെങ്കിൽ 4 ഇഞ്ചിൻ്റെ അടുത്ത് വിടുന്നതായിരിക്കും നല്ലത്. എന്നാലുള്ളൂ ഈ കട്ടില തൂക്ക് വെച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലൈൻമെൻറ്റ് സെറ്റാക്കി ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഏകദേശം 3.25 ഇഞ്ചുണ്ട്, ധാരാളമാണ്. അപ്പോൾ ഈ കട്ട്ലയുടെ അളവ് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് കറക്റ്റാണ്, 3.25 ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ അളവ് വരുന്നത് ഏകദേശം 3.4 കേട്ടോ. കാണുന്നുണ്ടാവും, 3.4 വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രെയിം ഫിറ്റ് ചെയ്യേണ്ട ഏരിയയിൽ അവർ ടൈലിൻ്റെ ഭാഗം അവർ കട്ട് ചെയ്തിരിക്കുന്നത് 3.25 കണ്ടു. അപ്പോൾ ഈ 3.25 എന്നുള്ളത് ഇനിയിപ്പോൾ 4 ആണെങ്കിലും വിഷയമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസ് ഉള്ളത് നല്ലതാണ്. നമ്മളിതിൻ്റെ ഫ്രെയിം തൂക്ക് ലെവലാക്കിയിട്ടാണ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ കുറച്ച് ലൂസ് ഉള്ളതാണ് നല്ലത്. കറക്റ്റ് അളവിൽ ലൂസ് അവിടെ വിടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കുറേ പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോറിൻ്റെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പും ബോട്ടും രണ്ടും 2 അളവാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ അളവിലാണ് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇത് കൊടുത്ത് വരുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോട്ടാണ് ഇതിൻ്റെ ചെറിയ അളവ്. അപ്പോൾ ഈ അളവിലാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ മേൽവശം ചെറിയൊരു ഗ്യാപ്പ് വരും, അത് നമ്മൾ എന്തെങ്കിലും വെച്ച് അടയ്ക്കേണ്ടി വരും കേട്ടോ. പിന്നെ ലാസ്റ്റ് പെയിൻറ്റിങ്ങും കഴിഞ്ഞാൽ ഇതറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഡോറിൻ്റെ റേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ UPVCയുടെ ഈ ഡോറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 10,800 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീതി കൂടുന്നതനുസരിച്ച് ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 10,800. അപ്പോൾ ഇതിൽ FRP ഡോർ ഇതേപോലെ തന്നെയാണ് FRP ഡോർ വരുന്നത്. FRP ഡോർ ആണെന്നുണ്ടെങ്കിൽ ഒരു 8,800 8,500 ആ റേഞ്ചിലൊക്കെയാണ് വരാറ്. പിന്നെ അതിലും റേറ്റ് കൂടിയ ടൈപ്പ് FRPയിൽ വരുന്നുണ്ട്. ഡിസൈൻ അനുസരിച്ച് മാറ്റങ്ങൾ അതിലും വരുന്നുണ്ട്. അതേപോലെ UPVCയിലും റേറ്റ് കൂടിയത്, ഇതിനും റേറ്റ് കൂടിയ ഐറ്റംസുകളൊക്കെ ഇതിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫിറ്റ് ചെയ്തതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ സാധാ PVC ഡോറുകളാണെങ്കിൽ 2,300 മുതൽ നമ്മളെ വീടിൻ്റെ ഉൾവശത്ത് വയ്ക്കുന്ന അടിപൊളി ഡോറുകളൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ FRPയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്ത് നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട്. കുറച്ച് അടിയിലായിരിക്കും, കാരണം കുറേ മുന്നേ ചെയ്തതാണ് കേട്ടോ. ഇനി ഈ ഡോറ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡോറാണ് കേട്ടോ. അതേപോലെ നല്ല ഒരു പ്രീമിയം ലുക്കും കിട്ടുന്നുണ്ട്. അതേപോലെ അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഡോറാണ് കേട്ടോ UPVCയുടെ ഈ വരുന്ന ഡോറ്. അപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഡോറ് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം 2,300 മുതൽ നമുക്ക് ഉൾവശത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റിയ കിടിലം ബാത്റൂമിൻ്റെ ഡോറുകളൊക്കെ അവൈലബിൾ ആണ്. 3,500 അത്യാവശ്യം അതിൻ്റെ ചട്ടവും കാര്യങ്ങളൊക്കെ വീതിയുള്ളതൊക്കെ വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം എന്താ പറയുക, അതേപോലെ പ്രീമിയം ലുക്ക് തോന്നുന്ന ഡോറുകളൊക്കെ ഇപ്പോൾ നമ്മുടെ PVC ഡോറിൽ തന്നെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഈ പൈസ കൊടുക്കുന്നതിനനുസരിച്ചുള്ള മുതൽ ഇതുണ്ട്. അതേപോലെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ PVC ഡോറും കിടിലൻ ഡോർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. കാരണം ഒരു 3500 4 രൂപയുടെ റേഞ്ച് വരുന്ന ഒരു കിടിലൻ ഐറ്റം നമ്മളിപ്പോൾ അടുത്തൊന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിൻ്റെ ഇടയിലൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ PVC ഡോറിൽ വരുന്ന കിടിലൻ ആയിട്ടൊരു ഡോറാണ് ഇട്ടത്. ഏകദേശം 4 രൂപ അടുത്ത് റേഞ്ച് വരുന്ന ഡോറാണിത്. അപ്പോൾ ഇതിൻ്റെ കട്ടിലടൊക്കെ ഒരു കട്ടിങ്ങനൊക്കെ നോക്കി അത്യാവശ്യം നമ്മുടെ UPVCയുടെ ഒക്കെ ഡോറിൻ്റെ കനൊക്കെ വരുന്ന ഒരു ടൈപ്പാണിത്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഈ റേഞ്ചിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിടിലൻ ഡോറായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണിത്. എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് PVCയിൽ വന്നൊരു കിടിലൻ ഡോറാണ് കേട്ടത്. ഇതിപ്പോൾ പുതുതായിട്ട് വന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ അടുത്തായിട്ട് ഫുൾ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും UPVC ആണോ FRP ആണോ അതേപോലെ PVC ആണോ നല്ലതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രത്തിലാണ് നമ്മൾ ഈ വീഡിയോസുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഏതാ ചെയ്യുക വെച്ചാൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുക. പക്ഷേ ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചാണല്ലോ ഓരോരുത്തർ ചെയ്യുക. എന്തായാലും ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത ഈ മറ്റേ UPVCയുടെ ഈ ഡോറ് അടിപൊളി ഡോറാണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിൻ്റെയും വീഡിയോ നമ്മൾ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.